മാറ്റണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് മൂലപാപങ്ങളിലെ ധനമോഹം എന്നതിനെ പറ്റിയാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. ധനാസക്തി മനുഷ്യനെ എല്ലാവിധ തിന്മകളിലേക്ക് നയിക്കുന്നു. ദിവ്യാഗ്രഹിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യത്തിലും തൃപ്തി വരുന്നില്ല. വിശ്വാസ ജീവിതത്തിലും ആത്മീയതയിലും അടിയുറച്ച് നിന്നിരുന്ന പലരും പിൽക്കാലത്ത് വലിയ എതിർസാക്ഷ്യങ്ങളിലേക്കും വീഴ്ചകളിലേക്കും ചെന്ന് എത്തുന്നതിൻ്റെ കാരണവും മൂലപാപങ്ങളിൽ ഒന്നായ ദ്രവ്യാസക്തി തന്നെയാണ്. ധനമോഹങ്ങളിൽ നിന്ന് വിമുക്തരായി ആത്മീയമായ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമുക്ക് ആവശ്യമാണ്. ധനമോഹത്തെ കണ്ടുപിടിച്ച് അതിനെ വെറുത്ത് ഉപേക്ഷിക്കുവാൻ നിരന്തരം പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. കാരണം ധനമോഹം പലപ്പോഴും നമ്മുടെ പാപബോധത്തെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നു. പ്രത്യേകമായിട്ട് തൊഴിലാളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസപിതാവിനെ സ്മരിച്ചുകൊണ്ട് ധനമോഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനായിട്ട് ആ പുണ്യവാൻ്റെ മധ്യസ്ഥം നമുക്ക് തേടാം. പ്രത്യേകമായിട്ട് ധനമോഹങ്ങളെപ്പറ്റി പറയുന്ന വചനങ്ങൾ ഇവയാണ്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം: ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ എല്ലാവരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനും ഒട്ടേറെ വിധകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. വീണ്ടും പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു: എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം: നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത്. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. വീണ്ടും ജോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം വാക്യം: ധനവാന്മാരെ ദരിദ്രന്മാരെക്കാൾ പരിഗണിക്കുന്നുമില്ല, അവരെല്ലാവരും അവിടുത്തെ സൃഷ്ടികളല്ലേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 36-ാം വാക്യം: ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വീണ്ടും സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യം: ദിവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ടും തൃപ്തി അടയുകയില്ല. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം: അത്യുന്നതൻ്റെ കൽപ്പനകൾ അനുസരിച്ചു വേണം ധനം നേടുവാൻ, അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം: ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം: ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്.
ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാവിധ അത്യാഗ്രഹങ്ങളും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. വീണ്ടും 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനങ്ങളിലും കെണികളിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിബന്ധിക്കുന്നു. വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 18 വരെ. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിനും കണ്ണിലെഴുന്നതിനുമുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള അനേകം കുടുംബങ്ങൾ ധനമോഹത്തിൽ അടിമപ്പെട്ട് മറ്റു പാവങ്ങളിലേക്ക് വഴുതി വീണു പോവുകയും അവസാനം വലിയ കുടുംബ തകർച്ചയിലേക്ക് കടന്നുപോയത് നമ്മുടെ ചുറ്റുമൊക്കെ കണ്ണോടിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. അതിനാൽ ഈ പന്തക്കുസ്തയ്ക്ക് ഒരുക്കമായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മിലുള്ള ധനമോഹത്തിൻ്റെ ആസക്തി, ദ്രവ്യാസക്തി എന്നിവയെല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ ധനമോഹത്തെയും തലഫലമായി വന്നു ചേർന്നുപോയ എല്ലാ പാപാവസ്ഥകളെയും അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്നു നിറഞ്ഞ ഔദാര്യം, ദാനധർമ്മം എന്നീ ഫലങ്ങൾ എന്നിൽ നിറച്ച് സ്വർഗത്തിൽ വലിയ നിക്ഷേപം കുന്നുകൂട്ടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.